നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് റവ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ ഒരുപാട് ഓയിലൊന്നും അങ്ങനെ കുടിക്കാതെ കണ്ടിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതും എന്തൊക്കെ വിഭവങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളതും എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് സാധനം മതി. കുറച്ച് റവ എടുത്തിട്ടുണ്ട്. ഈ റവയിൽ അതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം ഇടണം, കുറച്ച് ഓയിൽ ഒഴിക്കണം. ഇത്ര സാധനം മതി. നമുക്ക് ഇത് വെച്ച് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ലേശം നല്ല നമ്മൾ റവ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരണം. വെള്ളത്തിലേക്ക് നമുക്ക് ഇതിനാവശ്യമില്ല കുറച്ചും പഞ്ചസാര അതിട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ആ റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ റവ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കട്ടാതെ കുറച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ചും ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊന്ന് കൈ വെച്ച് നന്നായിട്ട് ഞെരടി സെറ്റാക്കി എടുക്കാം. ഇത് വെള്ളം കൂട്ടിയിട്ട് സോഫ്റ്റ് ആക്കുന്നതല്ല, നമ്മൾ കഴിയുന്നതും നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഉടച്ചുടച്ച് ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കണം. റവ നന്നായി കുഴച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഒരു ഉണ്ടല്ലേ, നല്ലൊരു സോഫ്റ്റിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് കോരാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനെ സെറ്റാക്കി വെച്ച റവേന ഒന്ന് ഉരുട്ടിയെടുക്കണം. അത് ചൂടായി വരട്ടെ. അന്നേരത്തേനും നമുക്ക് ഈ റവേന ഒന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ കുഞ്ഞ് ബോളാക്കിയിട്ട് ഈ വലുപ്പത്തിലാക്കിയിട്ട് എടുക്കാം. ഇതിങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അരിനേലും ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നിങ്ങനെ ആക്കണം. പിന്നെ മല്ലേ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. എന്നാലും അതിൻ്റെ ഉള്ളെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മറ്റേ ഉള്ളിങ്ങനെ കല്ല് പോണക്കായിരിക്കും. ആദ്യം ഒന്ന് ഇങ്ങനെ അമർത്തിനെ ഉള്ള് അത് നമുക്കിങ്ങനെ പരത്തുമ്പോൾ മനസ്സിലാവും. അമർത്തി നമ്മളെ ഉള്ളിൽ നിന്ന് കൈ കഴിഞ്ഞ് സെറ്റാവുന്ന മനസ്സിലാവും. പിന്നെ മല്ലേ പുറത്തേക്ക് വലിയൊരു വെയിറ്റ് കൊടുക്കാതെ ഈ രീതിയിൽ ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മറ്റേ ഉള്ള് ഇങ്ങനെ കട്ടിയുണ്ടാവും. അത് കടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടിയില്ല. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിനിൽ അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല ഒന്ന് അനക്കി കൊടുക്കാം. അത് മൊരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയേക്കാം. ഇത്തിരി സിമ്മിൽ വെച്ചിട്ടാണുള്ളത്. നല്ല ചൂടിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഇങ്ങനെ ഇതായി കിട്ടും. അകത്തേക്ക് എത്ര കണ്ട് ഇത് കിട്ടിയില്ല. അപ്പോൾ നല്ല ചെറിയ തീയിൽ കത്തിക്കഴിഞ്ഞാൽ അത് അകവും പുറമെല്ലാം നന്നായിട്ട് കിട്ടും. നമ്മുടെ സ്നാക്സ് ആയി വരുന്നുണ്ട്. ഇത് നമ്മൾ
കുഴക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളം കുറച്ചധികം കൂട്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ടേസ്റ്റ് ഇതിൽ കിട്ടില്ല കേട്ടോ. അത് പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകും അങ്ങനെ. അല്ലാതെ ഇങ്ങനെ ഉണ്ട ആക്കുന്ന സമയത്തും ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ലൂസിൽ ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടിയിട്ട് ഇങ്ങനെ പൊളന്ന് വരാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനം കട്ടി കൂടുതലാകുമ്പോൾ അത് പൊട്ടിപ്പോകും. ഉള്ളിൽ സോഫ്റ്റ് ആവണം, എന്നെങ്കിൽ മാത്രമേ അത് ഇത് കണക്ക് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ ഇനിയിപ്പോൾ പുറം മീനിൻ്റെ നല്ല ക്രിസ്പിനെസ്സോടെ ഉണ്ടാകും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാകും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ ഇത്. വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത്. കുറച്ച് മധുരവും കുറച്ചും ഉപ്പും. മധുരം മുമ്പിൽ നിൽക്കില്ല, രണ്ടും ചെറിയൊരു ഉപ്പും മധുരമല്ല. പൊടിയും വെള്ളവും ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കണം. റവയും വെള്ളവും ഒരേ അളവിലെടുക്കണം. ഇതിൻ്റെ സൗണ്ടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതാക്കുമ്പോൾ തമ്മിലൊരു സൗണ്ട് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. അടുത്തതും കൂടി വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാം വട്ടത്തെ സ്നാക്സ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കോരിയെടുക്കാം. നല്ല പാത്രത്തിലിടുമ്പോൾ നല്ല ഒച്ച കേൾക്കുന്നുണ്ട്. നല്ല ക്രിസ്മസും നല്ല അകം നല്ല സോഫ്റ്റും പുറം നല്ല ഇങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇതിൽ തമ്മിൽ മുട്ടുന്ന ഒച്ചാണ്ടല്ലേ. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടല്ലോ എല്ലാവരും. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ പറയുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.